വണക്കം, നമസ്കാരം. നമസ്കാരം. ഞാൻ ഈ പടത്തിന്റെ ആദ്യത്തെ സോങ് റിലീസ് ചെയ്യുന്ന സമയത്ത് ടോപ്പ് കമന്റ്സ് பார்க்கும்போது ഇത് തമിഴ് ഇംഗ്ലീഷ് മലയാളം എല്ലാം കൂടെ ടോപ്പ് കമന്റ്സ് பார்க்கும்போது there was a comment in it. It was saying that before in 1995 or 2000s no one would guess this pair, Indran's and Madhubala. No one would guess it because you were the peak stardom at that time and Indran sir was doing comedy roles at that time. No one would even guess it. Back now coming to 2026 and you guys are having a beautiful pair. I mean the songs, the chemistry, I mean it works in even the songs. I'll get back to you on the songs. How do you rate Indran as a co-artist? Let me start with Rating a co-artist is he's a great actor. So he's an amazing co-actor to work with, and I thought that's the beauty, because now we are all playing characters. In the 90s we were heroines. Now there are no heroines. Now we are characters. At that time you sang 5 songs, you wore a mini skirt and danced around the trees, and we did that. But now it is roles, characters. When you're doing that, it's all about that. It doesn't matter who, what, anybody can be in front of me. And now it's a very different stage in my life where I'm not choosing anybody or selecting like that. The role chooses me, the character chooses me, I choose characters. And it's an honor to work with actors like Indran sir. I get to learn, even today I'm only learning from people like Indran sir and everybody else. you're being modest here. illa modesty la enak kadiyadu, only truth. ഓക്കെ. അവനെ ഇപ്പം മാം പറഞ്ഞെടുത്ത് ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ഈ നോ ഹീറോയിൻസ് ഉള്ളി ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോഴേ യു ആർ എ ഹീറോയിൻ ഹിയർ. പക്ഷെ ഇവിടെ നമ്മൾ വെച്ച പോസ്റ്റേഴ്സിലൊക്കെ കാണുന്നത് മാഡത്തിനെയും ഇന്ദ്രൻ സാറിനെയാണ്. ഹൗ ഡു യു സെലക്ട് എ സ്ക്രിപ്റ്റ്? അതായത് എൻ്റെ റോളിന് വെയിറ്റേജ് ഉണ്ടാകണം എന്നുള്ളത് ഓക്കെ, നാച്ചുറൽ ആണ്. പക്ഷെ നായികയാവണം, എൻ്റെ ഫോട്ടോ പോസ്റ്ററിൽ വരണം, മെയിനായിട്ട് വരണം. ഈ പരിപാടി യു കെൻ ആസ്ക് ഫോർ ഇറ്റ്, റൈറ്റ്? അത് ചോദിക്കാനുള്ള സ്പേസിലേക്ക് അപർണ ബാലമുരളി എത്തിയിട്ടുണ്ട്. പക്ഷെ ഇതെങ്ങനെയാണ് ഇത് പിക്ക് ചെയ്യുന്നത്? ബേസിക്കലി നമ്മുടെ ക്യാരക്ടർ എന്താന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ യു ഷുഡ് നോ ഇഫ് യു ആർ എ പേഴ്സൺ ഹു ഷുഡ് ബി ഓൺ ദ മെയിൻ പോസ്റ്റേഴ്സ് ഓർ നോട്ട്. ഞാനിപ്പോ ഈ ക്യാരക്ടർ സെലക്ട് ചെയ്തത് ഇസ് നോട്ട് for me to come in front like ഇത് എൻ്റെ സിനിമയാന്ന് ക്ലെയിം ചെയ്യാൻ. അങ്ങനത്തെ ഒരു ഇതിലല്ല ഞാൻ ഈ ക്യാരക്ടറോ ഇതോ ചെയ്യുന്നത്. അപ്പം എനിക്കറിയാം എൻ്റെ ക്യാരക്ടർ എന്താണ് ആ സിനിമയിൽ എന്നുള്ളത്. ആൻഡ് അത് ഇപ്പോൾ ഇത് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? ഒന്നാമത്തേന് വർഷ എന്ന് പറഞ്ഞ ഡയറക്ടറിന് ക്ലാരിറ്റിയാണ്. വർഷയ്ക്ക് കറക്റ്റായിട്ട് അറിയാം എന്നെ എന്തിനാ വിളിക്കുന്നതെന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയാം ഞാൻ എന്തിനാണ് ഈ പടം കമ്മിറ്റ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ ദാറ്റ് ആസ് ലോങ് as ദാറ്റ് ക്ലാരിറ്റി ഈസ് ദെയർ, ഐ എം more than happy to do a film. അത് ഈ ചിന്ന ചിന്നാസ എന്ന് പറയുമ്പം എനിക്ക് ഫസ്റ്റ് നറേഷനിൽ തന്നെ ഞാൻ യെസ് പറഞ്ഞൊരു സിനിമയാണ്. ഒന്ന് ഓഫ് കോഴ്സ് ദ ഡാൻസ് കഥക് ഇറ്റ് അട്രാക്റ്റഡ് മീ. ഇറ്റ് ഇസ് സംതിങ് ദാറ്റ് ഐ ഹവ് നെവർ ഡൺ ബിഫോർ. എന്നെ ഒരുപാട് പേർക്ക്, എന്നെ അടുത്തറിയുന്ന ഒരുപാട് പേര് പോലും എന്നെ ഇങ്ങനത്തെ ഒരു ഇതിൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു രൂപത്തില്. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം. ബിക്കോസ് ഞാൻ തുടങ്ങിയത് ഡാൻസിലാണ്. എൻ്റെ ലൈഫിൽ ഡാൻസ് പഠിച്ച് അത് എന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും ഭയങ്കര കംപ്ലൈൻറ്റ്, ഞാൻ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നില്ല, ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ അമ്മ അത് ആദ്യം ഡാൻസ് കണ്ടപ്പോൾ പറഞ്ഞു ഭയങ്കര ഇമോഷണലായി, ഭയങ്കര. സോ അതൊക്കെയാണ് എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്ത ഒരു കാര്യം ഈ സിനിമയിൽ. പിന്നെ ഇതിൻ്റെ ക്യാരക്ടറും, ഞാൻ ഇന്ദ്രൻ സാറിൻ്റെ മോളായിട്ട്, പുള്ളിയുടെ മോളാണ് ഞാൻ. അപ്പം ആ ക്യാരക്ടർ കുറച്ച് സ്ഥലത്തേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്ലേസ്മെന്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. സോ ദോസ് ആർ ദ ഫാക്ടേഴ്സ് ദറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സിനിമ എടുക്കുമ്പം അട്രാക്ഷൻ തോന്നും. പിന്നെ ഈ പറഞ്ഞ മാതിരി ഹീറോയിൻ ഇതെല്ലാം നമ്മളിടുന്ന ലേബിൾസ് ആണ്. ബേസിക്കലി എല്ലാവരും ക്യാരക്ടേഴ്സ് ആയിട്ട് അഭിനയിക്കുക, അല്ലെങ്കിൽ ഇതൊരു കുറച്ച് വെയിറ്റേജ് ഉണ്ടാവും. ഇപ്പൊ പ്രോട്ടോഗണിസ്റ്റ് ആന്റോഗണിസ്റ്റ് പറയുന്ന പോലെ ദാറ്റ് ഈസ് ഓൾവേസ് ദെയർ. ബട്ട് മോർ ദൻ ദാറ്റ് കുറെ കാര്യങ്ങൾ നമ്മളായിട്ട് കൊടുക്കുന്ന കുറെ ലേബിൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതല്ലാണ്ട് എവറി ഫിലിം, ഇൻഫാക്ട് അത് ടു ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ, poster why or not that. Today one new film of mine is released in Bombay. It's called Governor. Manoj Bajpayee and me are in the lead role, but in the poster only Manoj Bajpayee. I want to ask that as a question. So it is a creator, the director, what they want to project to the audience. Forget Governor. 1 year ago I released a film called Kartam Bhuktam. Shreyas Talpade, Telugu film illa Hindi. Shreyas Talpade and Vijay Raj sir and myself, 3 main characters.
and I have a very tricky role, full change from one character to the other. But in the poster, there was only Shreyas Talpade and Vijay Raj. So I asked, I'm the main one, why am I not there? He said, you're the surprise element. So that is not in your hand. Whether your main character, that is not important as an actor. Yeah. It doesn't matter. Okay, nice. Just to answer. Yeah, I get it completely. മ്യൂസിക് ഡയറക്ടർ പെർസ്പെക്റ്റീവ് ഇപ്പൊ ഞാൻ വർഷയുടെ ട്രെയിലർ കാണുന്നു ചോദിച്ചപ്പോൾ ഉറപ്പായിട്ട് ഇന്റർവ്യൂ ട്രെയിലർ റിലീസ് ചെയ്തിട്ടായിരിക്കും പുറത്തു വരുന്നത്. പക്ഷെ ഇപ്പോൾ ട്രെയിലർ ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചപ്പോഴേക്കും നമ്മൾ ഈ കാണുന്ന സീക്വൻസുകളെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിന്റെ എത്രമാത്രം പങ്ക് മ്യൂസിക് ഡയറക്ടറിന്റെ കയ്യിലുണ്ട്? ഇപ്പൊ ഒരു ഫീൽ ഗുഡ് ജോണർ, ഇപ്പൊ നമ്മൾ പല സ്റ്റോറീസ് പറയും ജോണർ ഫീൽ ഗുഡ് ആയിരിക്കും, പക്ഷെ എടുക്കുന്ന പണി ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. അത് ഇപ്പൊ സെറ്റിംഗ് അപ്പ് ഇൻ വാരണാസി ആയാലും അത് ചെന്നൈ ടൗൺ ആയാലും കേരളത്തിലായാലും അതിലെങ്ങനെ ഡിഫറൻസ് വരുന്നത്? ഇപ്പൊ ഈ പടത്തിനകത്ത് ഇത് ഫുൾ വാരണാസി ഷൂട്ട് ചെയ്ത പടമാണ്. സോ അതുകൊണ്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൊക്കെ കൂടുതലും എനിക്ക് ഒരു പരിധിയുണ്ട് ടു എന്താ പറയാ ഇൻക്ലൂഡ് വെസ്റ്റേൺ എലമെന്റ്സ് ഒരുപാട് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിലുള്ള ക്യാരക്ടേഴ്സുമായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ലൊക്കാലിറ്റിയുടെ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ചും കൂടി ഈ സാരംഗി സരോജ് അങ്ങനെയുള്ള സാധനങ്ങളാണ് എനിക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. എന്തോ മെലഡി ഒക്കെ നമ്മള് ഇവിടെ കേട്ട് പിടിച്ച ഇത്തരത്തിൽ ബുദ്ധിയൊക്കെ തന്നെ, പക്ഷെ അവിടത്തെ ഇൻസ്ട്രുമെന്റിൽ വായിക്കുന്നുള്ളൂ ബേസിക്കലി. ഇതൊക്കെ അതൊക്കെ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റിന്റെ ഭാഗമായിട്ട് വരുന്ന സാധനങ്ങളാണ്. ഞാൻ ചോദിച്ചുള്ള ഉത്തരമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അത് ആ സമയം കൊണ്ട് എനിക്ക് വാരണാസി പോയി അവിടുത്തെ പാട്ട് പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന സാധനങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള എപ്പോഴും സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇസ് വെരി ഇമ്പോർട്ടന്റ് പാട്ടുകളെക്കാളും. കാരണം ആ പടത്തിനെ കൊല്ലാൻ പോലും പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് പറ്റും. എത്ര നല്ല പടമാണെങ്കിൽ പോലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളിലല്ല വായിക്കുന്നതെങ്കിൽ അത് അരോചകമായിട്ട് തന്നെ തോന്നും. എനിക്ക് അങ്ങനത്തെ സൈലൻസുകളൊന്നും ഇതിനകത്ത് അങ്ങനത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ ഉള്ള പടമാണ്. അപ്പൊ എനിക്ക് അങ്ങനത്തെ പടങ്ങൾ കൂടുതൽ ഇഷ്ടമാണ്. പേഴ്സണലി വർക്ക് ചെയ്യാൻ ബ്രീത്ത് ചെയ്യുന്ന സിനിമകൾ എനിക്ക് ഇഷ്ടമാണ്. നമ്മൾ ചെയ്തു വെച്ചൊരു പടം തിയേറ്ററിൽ പോയി കാണുന്നു, എന്റെ ഓഡിയോ തിയേറ്ററിൽ വളരെ മോശം, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇഷ്ടം പോലെ എന്ത് തോന്നുന്നു? തോന്നിട്ട് എന്ത് കാര്യം? നമ്മുടെ അതിപ്പോ എന്താ പറയാ, ഓരോ തിയേറ്ററിലും ഓരോരോ സൗണ്ട് ഇതുകളാണ് വെക്കുന്നത്. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പാടില്ല. ഒന്നാമത് എന്റെ പടത്തിന്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ കൂടുതലും ഇങ്ങനത്തെ പടങ്ങൾ ചെയ്യുന്നത് ലൗഡ് ഇല്ലാത്ത പടങ്ങളാണ്. അപ്പോ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പലതും കേൾക്കാറില്ല. സൈലൻസ് ആണോ? നമുക്ക് പിന്നെ സൈലൻസ് ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് സൈലൻസ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ട്. I've seen so many interviews and everything Roja will be connected. You've done lots of movies and still that one peculiar film is Roja. I just want to know, when Roja keeps on repeating in every interviews, do you feel it as a blessing or do you think, I've done so many films, why are everyone talking just about Roja? Fantastic question, because in the 90s when they would ask me, I would get very angry. Okay. Because Roja I finished in 91 shooting, released in 92. But I worked till 97 in all the languages. Even in 97, 98, 99, they would only ask about Roja. Yes. And I would get very, very angry. But then I left the industry. 10 years, 12 years, I did not work at all. I disappeared literally. But people kept talking to me about Roja. When I went to the public place, airport, market, wherever I went, media, people, they talked about Roja. And now also you're talking about Roja. So now I feel it's a blessing. Okay. Because I have done 70 movies, which are obviously people are forgetting. But you're not able to forget me for something that I did. So that keeps me in people's memory. I look at it as a blessing now. But before I used to feel very angry. Yeah, I take that angle as you take it as a blessing, but I'm asking is you put the same effort for every film, right? Yeah. But the only film that projects out is Roja. Yeah. So that is why I just wanted to ask, you put effort for every film, the same or more for each film, but still just Roja. Yeah, because I don't really think about it too much. Okay. I put in all my effort, but it's not hitting the mark. But one did hit the mark. So that is why somebody just asked me, you've achieved so much. I said, I've not achieved anything.
I have still to achieve. I'm still to make that one movie that will break Roja. And that is my motivation. Somebody asked me, what is your motivation? You've achieved so much. My achievement is I'm very grateful, very blessed that I have done Roja, but I'm still waiting to do that one film that going forward people will forget Roja and talk about the new film. And that is my motivation to do new films. Let's see. Every time I'm releasing a film, like I did release one Sweet Karam Coffee where Govind ji was a part of it. In fact, when Varsha told me that Govind Vasant is doing music for it, I was so happy because Sweet Karam Coffee was amazing for me, and his music again was amazing for that. And when I did Sweet Karam Coffee, I thought it was my best performance. I thought people will forget Roja. I actually thought Kaveri will be remembered. Do you think Sweet Karam Coffee did not reach the audience as is expected? No, it reached. Okay. But I do not know the destiny of the movies. Fine. So Sweet Karam Coffee, as an artist, I felt it was amazing. I loved it and I liked myself in it. I loved the show. I loved everything about it. But after Sweet Karam Coffee, again people are only talking about Roja. So I'm yet to do something that will beat Roja. And that is my motivation. I will keep on working and we will see whether that happens or not. Maybe Chinna Chinna Aase would be that film. I thought again and again I thought this will do it, this will do it, this will Now do you're it. not giving It any has not done it. So let's see. Yeah, that's a good thought, right? ഇപ്പം ഈ പടത്തിനേക്കാൾ ഉപരി ഞാൻ ചോദിക്കുന്നത് ആസ് എ കരിയർ പ്രോഗ്രസിങ് എങ്ങനെയാണ് അപർണ കരിയർ പേസ് ചെയ്യുന്നത്? അതായത് ഞാൻ ഇപ്പോൾ പലരും ഓരോ രീതിയിൽ പോകുമ്പോഴേക്കും അത് കഴിഞ്ഞ് ഇന്ന സിനിമ ചെയ്യണം അല്ലെങ്കിൽ അന്ന ആളുടെ കൂടെ വർക്ക് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മെയിൻ ലൈക്ക് ടു ദാറ്റ് ഡയറക്ടർ അല്ലെങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുക നമ്മളായിട്ട് പോവുക അങ്ങനെ എന്തെങ്കിലും? ഞാൻ അങ്ങനെ ഈ പറഞ്ഞ മാതിരി പെട്ടെന്ന് ഹെഡ് ചെയ്ത് ഇങ്ങനെ സംസാരിക്കാൻ മടിയുള്ള ഒരാളാണ് പൊതുവെ. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് അല്ലെങ്കിൽ എനിക്ക് ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ ഹൂം ഐ ഓൾറെഡി വർക്ക്ഡ് വിത്ത്, ഇപ്പൊ ദിലീഷ് ചേട്ടനാണെങ്കിലും സുധാ മാം ആണെങ്കിലും, ഇവരുടെ അടുത്ത് ഞാൻ ഒരു മടിയില്ലാണ്ട് പറയും എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം എന്നുള്ളത്. എനിക്ക് അവരുടെ അടുത്ത് ആ സ്പേസും ഉണ്ട്, അവരും അത് കേൾക്കുന്നത് ആ ഒരു ലൈക്ക് ദേ വെരി വെൽക്കമിങ്. അങ്ങനെ പറയുമ്പോഴും അവർക്കും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. സുധാ മാമൊക്കെ എന്നെ പല സമയത്ത് തന്നെ ഫെൽറ്റ് ലൈക്ക് എനിക്ക് കുറച്ച് മോട്ടിവേഷൻ വേണം അല്ലെങ്കിൽ എന്തെങ്കിലും വേണം എന്ന് തോന്നുമ്പോൾ ഞാൻ ഫസ്റ്റ് ഓടിപ്പോകുന്നത് സുധാ മാമിന്റെ അടുത്തേക്കാണ്. ടെക്സ്റ്റർ ആൻഡ് പുള്ളിക്കാരി അപ്പം തന്നെ ഇമീഡിയറ്റ്ലി റിപ്ലൈയോ അയക്കും. ഇപ്പൊ ഞാനിങ്ങനെ പറയും എനിക്കിങ്ങനെ ഭയങ്കര ഇതായി തോന്നും. ചിലപ്പം സുധാ മാമും അങ്ങനത്തെ ഒരു ഫേസിൽ കൂടെ പോകുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമം പറയും. അപ്പം ഐ ഓൾവേസ് ലവ് ഹാവിങ് such kind of people and I feel ഭയങ്കര ബ്ലെസ്ഡ് ആയി തോന്നിയിട്ടുണ്ട് ഇവരുടെയൊക്കെ സിനിമയിൽ ചെയ്യാൻ പറ്റി എന്നുള്ളത്. എനിക്ക് ആക്ച്വലി ഓഫ് കോഴ്സ് കുറെ ഡയറക്ടേഴ്സിന്റെ കൂടെ ഇനിയും വർക്ക് ചെയ്യണം എന്നുണ്ട്. പക്ഷെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ വർക്ക് ചെയ്ത ഡയറക്ടേഴ്സ് എന്നെ പിന്നെയും വിളിക്കുന്നതിൽ എനിക്ക് ഭയങ്കര അത് വേറൊരു സന്തോഷമുണ്ട്. ഇപ്പൊ ഞാൻ തങ്കം ചെയ്തപ്പോഴും എന്റെ സന്തോഷം അതായിരുന്നു. മഹേഷപ്രതികാരം കഴിഞ്ഞിട്ട് അവർ വീണ്ടും എന്നെ ഒരു സിനിമയിലേക്ക് വിളിച്ചു എന്ന് പറയുന്നത് ആക്ച്വലി ഐ വാസ് വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. അത് എനിക്ക് തോന്നുന്നു ഒരുപാട് പേരങ്ങനെ ചെയ്യാറില്ലല്ല. ഇപ്പൊ പ്രത്യേകിച്ച് കുറെ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ആക്ച്വലി നമ്മുടെ കൂടെ വർക്ക് ചെയ്തവർ എന്നെ പിന്നെ നമ്മളെ വിളിക്കുമ്പോൾ ഐ ഫീൽ വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. പിന്നെ പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ എനിക്ക് കുറച്ച് പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഐ എം വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് വൺ. ഇപ്പൊ ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ബാബു ജനാനന്ദ് സാറ് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റാർട്ട് ചെയ്തു ഗാന്ധി ബസാർ സൺഡേ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ബാബിൽ ഖാനും ഞാനും അഭിനയിക്കുന്നത്. അപ്പം അത് ഇറ്റ് വിൽ ബി ഡിഫറെന്റ് ഫ്രം വാട്ട് എവർ ഐ ഡിഡ് റീസെന്റ്. ദിസ് ഇസ് ആക്ച്വലി വളരെ കുറച്ചേ ഉള്ളൂ എന്നുണ്ടെങ്കിലും അതും എന്നെ എപ്പോഴും മറ്റൊരു ത്രില്ലറും ഇങ്ങനെ കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാവും. അത് ഇതിന്റെ ഡ്യൂറേഷനെക്കാട്ടിലും ആ ഒരു ക്യാരക്ടറിന് ആ ഒരു എന്താ പറയാ വളരെ നോർമൽസിയോ എല്ലാം ഉള്ളതുകൊണ്ട് അങ്ങനത്തെ ഒരു ഷിഫ്റ്റ് ഇതില് ചിന്ന ആസയിലും ഉണ്ടാവും. അത് ഐ തിങ്ക് അത് എനിക്ക് ആ ഒരു വേരിയേഷനാണ് ഞാൻ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഒരേ ഇതിൽ പോവാണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഡിഫറൻസ് വരിക എന്നുള്ളത്. ഓക്കെ, രണ്ടുപേരോടാണ് ചോദ്യം. ഈ പടത്തിന്റെ ഷൂട്ടിംഗ് 28 ദിവസം ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എന്റെ ഡയറക്ടർ പറയുന്നത്. മാം അന്ന് ലൈക്ക് അറ്റ് ദാറ്റ് ടൈം 28 days film would have been completed, right? At that time? Yeah, for 90s. 90s le 30, 40? Yeah. 50? Yeah. Maximum. In a songs, 5 days. 3 days, 4 days. So each song 3 days, 4 days. Now, 30 days gone. Okay. And then another 10 days. ഫിലിമും ആയിരിക്കുമല്ലോ. ഫിലിം ഡിജിറ്റൽ ഫിലിംസ്. അപ്പൊ ഇവിടെ സാധാരണ എത്ര ഒരു ആവറേജ് എത്ര എടുക്കും ഒരു പടം തീർക്കാൻ?
വർക്ക് ചെയ്ത പടങ്ങൾക്ക് 60 days. 60, right? I think so. ரோஜாக்கு வந்து நான் 55 days work பண்ணேன். അത് കമ്പയർഡ് ടു ലൈക്ക് അതിന്റെ പകുതി ഉള്ളൂ ഇതിന്റെ ஆமா. ജസ്റ്റ് ഹാഫ് So அதுல half. അതെങ്ങനെ ഭയങ്കര ഹെക്ടിക് ആയിട്ട് തോന്നുന്നു അതോ ഒറ്റ ഷെഡ്യൂളിൽ തീർക്കാന്ന് പറയുമ്പോൾ? ഒറ്റ ഷെഡ്യൂള് തീർക്കുന്ന അത്ര ഹെക്ടിക് ഒന്നുമല്ല. പൊതുവെ ചില സിനിമകള് നമ്മൾ വളരെ ടൈം എക്സ്റ്റെൻഡഡ് ആവുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ലൈക്ക് നമ്മളെക്കാട്ടിൽ ഇപ്പൊ ടെക്നീഷ്യൻസിനാണെങ്കിലും നമ്മളിപ്പോഴത്തെ ഒരു 9:30 വരെ പോകുമ്പോൾ പിറ്റേ ദിവസം വീണ്ടും ഒരു 5 മണിക്ക് എണീറ്റ് എന്നാലേ തുടങ്ങുള്ളൂ അടുത്ത ഡേ. അപ്പോൾ അത് കുറച്ച് ഹെക്ടിക് ആയിട്ട് തോന്നാറുണ്ട്. പക്ഷെ ഇപ്പം അത് ഡിപ്പെൻഡ് ചെയ്യും. നമ്മളിപ്പോ ഒരു മാസത്തിൽ വളരെ സമാധാനത്തിൽ തീർക്കുന്ന ഷൂട്ടുകളും ഉണ്ട്. ഇപ്പൊ സൂര്യ റിപ്പോർട്ടർ ഷെഡ്യൂൾ ബ്രേക്സ് ഉണ്ടെങ്കിലും ടോട്ടൽ ഡേയ്സ് ഒരു ഈ പറഞ്ഞ മാതിരി ഒരു 60 ഡേയ്സിന്റെ ഷൂട്ടേ വന്നിട്ടുള്ളൂ. ഷെഡ്യൂൾ ബ്രേക്ക് ഉണ്ടായിരുന്നു, ബട്ട് നമ്പർ ഓഫ് ഷൂട്ടിംഗ് ഡേയ്സ് വർ ഓൺലി ദിസ് മച്ച്. അപ്പൊ നമ്മള് പടത്തിന്റെ വലിപ്പവും അതൊന്നും അല്ലാതെ എനിക്ക് തോന്നുന്നു പ്രോപ്പർ ആയിട്ട് നമ്മളൊരു ചാർട്ടിങ് ഇതിൽ പോകുമ്പോൾ ഇറ്റ് ഡിപ്പെൻസ്, വേരീസ് ഫ്രം ഫിലിം ടു ഫിലിം. ആൻഡ് ഈ പറഞ്ഞ മാതിരി വലിയ ഫിലിംസ് ഒക്കെ ആവുമ്പോൾ നമുക്ക് ഒരു കൊല്ലം വരെ പോകുന്ന, ഒരു കൊല്ലത്തിന് മേളിൽ പോയിട്ടുള്ള പടങ്ങളൊക്കെ ഉണ്ട് ഷൂട്ടിങ്ങുകൾ. അപ്പൊ അതൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, ഒരുപാട് ഫാക്ടേഴ്സിൽ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ ഹെക്ടിക് ആണോ ചോദിച്ചാൽ ചില എനിക്ക് മറ്റേ ഇപ്പൊ ഈ രുദ്രമൊക്കെ ചെയ്തപ്പം കുറച്ച് ഹെക്ടിക് ആയിരുന്നു. രാത്രി വരെ ഷൂട്ട് ചെയ്യപ്പം ഒരുപാട് ഓൾറെഡി കുറെ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും അതൊരു കുറച്ച് ഹെക്ടിക് ആയിരുന്നു. അപ്പം അങ്ങനത്തെ ഉണ്ടാവാറുണ്ട്. ജസ്റ്റ് ഒരു അറിയാനുള്ള ഒരു കൗതുകം, ഒരു മെയിൻ ലീഡ് ഇപ്പൊ ഇനി ഉത്തരം പോലുള്ള സിനിമകളിലൊക്കെ നമ്മൾ ഷോൾഡർ ചെയ്യുന്ന പടമാണല്ലോ അത്. നമ്മൾ ഷോൾഡർ ചെയ്യുന്ന പടത്തിൽ നിന്ന് നമ്മള് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ ആയിട്ട് മാറുമ്പോൾ ഇതുണ്ടാവാറുണ്ടോ? അയ്യോ ഇനി എന്നെ നായികയായിട്ട് വിളിക്കുവോ? ജസ്റ്റ് ഒരു ഔട്ട്സൈഡർ എന്നുള്ള രീതിയിലുള്ള തോട്ട്. ആക്ച്വലി എനിക്കത് ഇഷ്ടമാണ്. ഞാൻ ആക്ച്വലി പലവരും ആ ഒരു മെയിൻ ക്യാരക്ടർ അല്ലെങ്കിൽ പല ക്യാരക്ടേഴ്സ് ചെയ്യുന്നവരുടെ അടുത്ത് എനിക്ക് ഭയങ്കര അസൂയ തോന്നിയിട്ടുണ്ട് ചില സമയത്ത്. ഇപ്പൊ ലൈക്ക് നമ്മളിപ്പോ ഒരു മെയിൻ ക്യാരക്ടറിന്ന് പ്രൊജക്ട് ചെയ്ത് ഇറ്റ് ഹാപ്പൻസ് അതർവൈസ് ഓൾസോ അവർ അതിന് മാത്രമേ വിളിക്കുള്ളൂ എന്നുള്ളൊരു ഇതിലേക്കും വരും. ഇപ്പം ഈ അവാർഡ് കിട്ടിയിട്ട് തന്നെ പലരും പറയാറില്ല ഇനി അവാർഡ് കിട്ടുന്ന പടങ്ങളിലെ അഭിനയിക്കുള്ളൂ എന്ന് ചോദിച്ചിട്ട് പലരും കഥ പറയാതിരിക്കലും അങ്ങനെയൊക്കെ. അപ്പം എനിക്ക് സത്യത്തില് എല്ലാ ടൈപ്പ് ക്യാരക്ടേഴ്സും വരുന്നത് ഇഷ്ടമാണ്. പിന്നെ ഓഫ് കോഴ്സ് അതില് വെറുതെ ഇപ്പൊ വന്നു പോകുന്നതിനെക്കാട്ടിലും ഇറ്റ് ഹാസ് ടു മേക്ക് എൻ ഇമ്പാക്ട്. അത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് ഒരു ഗോളേ ഉള്ളൂ അതില്. പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പല ക്യാരക്ടേഴ്സും ചെറിയ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഇത് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് ഉണ്ടാവുന്ന ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇങ്ങനെ മെയിൻ ക്യാരക്ടറിൽ പ്രൊജക്ട് ചെയ്തിട്ട് ചിലപ്പോൾ വേറെ ഒന്നിനും വിളിക്കാതിരിക്കലും അങ്ങനെയും വരാറുണ്ട്. അപ്പൊ അത് അവരുടെ സൈഡിൽ നിന്ന്, അതായത് ഒരു നമ്മള് ഷോൾഡർ ചെയ്യുന്ന പടത്തിന് അല്ലാണ്ട് അത്രയും പ്രോമിനൻസ് ഇല്ലെങ്കിൽ വിളിക്കാതിരിക്കുന്ന പടങ്ങളുണ്ട്. അങ്ങനെയും ചിന്തിക്കുന്നവരുണ്ട്. ഞാനിപ്പോ ഇത്രയും ചെറിയ റോള് ചെയ്യില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് വിളിക്കാതെ ചിലപ്പോ നല്ല ക്യാരക്ടർ ആയിരിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ആണ്. ഇതെങ്ങനെ നമ്മൾ ഈ പടങ്ങൾ ഇങ്ങോട്ട് വരുന്നത് സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ്? മിക്കതും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ സൂര്യ റിപ്പോർട്ടർ, മഹേഷ് ഇതെല്ലാം ഓഡിഷൻസ് ചെയ്തിട്ട് തന്നെയാണ് കിട്ടിയത്. ഐ എം ഓൾവേസ് ഓപ്പൺ ടു ഡൂയിങ് ഓഡിഷൻസ്. അങ്ങനെ പിന്നെ അടിപൊളിയാ, സീരിയസ്ലി. അതൊരു എക്സ്പീരിയൻസ്. അത് ഇപ്പൊ ട്രെൻഡ് ആയെടുത്ത് എല്ലാരും. So I say I don't want to come for audition. They say come for look test. Look test la illa madri audition da adu. That's a kind of audition, right? Yeah, because I say I will not come and audition. So they say no ma'am, it's not audition, it's look test. And I know look test, it's audition only. I'm working with legendary directors, artists, like at that point of time. I mean, you'll have so many experiences, I get it. But like after that, I mean, you come as a second phase, right? In your career itself. Adile ipo Aparna സൂചിപ്പിച്ചതുപോലെ തന്നെ it's not the kind of main lead or just projecting yourself. അങ്ങനത്തെ പടങ്ങളല്ല. അവിടെ വരുമ്പോഴേക്കും you have to do character roles or something like that. As you said, റോജ ബീറ്റ് ചെയ്യുന്ന ഒരു പടം വരണം എന്നുള്ള ഒരു തോട്ട് എപ്പോഴും ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ? You work with new technicians, new team. Can I know the major differences, not just in the working pattern, but how these guys approach films, like from the legends to the new budding directors, or from your point of view? Today everything has become very technical also. Okay. You know, appo ellame paper la, ipo everybody comes with their laptop. Today they are showing you mood boards. Today mood they board are storyboard. Mood board. They create mood boards. They show you so many color shades. Pitch stick, you know, what all they show. You know, okay, it's very nice to look like that. Oh, nice. But I feel when I connect to people, I connect to soul. I don't want mood boards. You decide your mood board. How you want to show your movie, you decide.
You tell me what color whatever you want to give me, I will wear it. I, as an artist, don't connect to mood boards and all that. So I feel ரொம்ப technical ஆயிடுது. Dialogue people write and they don't allow you to, of course, Malayalam I don't know, so I can't change dialogue. But Tamil, Hindi, which is my speaking language, I may change the grammar a little bit. I may say one line more, one line less. That also sometimes I feel people are, ma'am, you've spoken wrong line, they come and tell you. I sometimes struggle to connect with that. I like a little bit of freedom as an artist, which I had a lot in the old days. Little bit people are, so the good and the bad both is there. There is so much clarity, there is so much homework, there is so much perfection. But I feel magic happens when it is not perfect. I feel magic happens when it is chaotic sometimes, when it is confusion. Everything, when everybody tells you, this is what I want, this is what you do. I don't think magic happens like that. Magic happens when you don't know what you're doing sometimes. Adala, I feel that difference. But at the same time, Appo, the problem was, we are all waiting, actors are waiting on the set. Why are we waiting? Oh, dialogue is not come. So that was irritating, all that, you know. But now, too much dialogue, perfectly it comes on laptop. So also, that is also irritating. So the good and the bad both are there. And sometimes you feel, I feel okay with anything. Whatever I do, okay, this is this, like that. I adjust. But sometimes I know you connect with something and some you don't connect. I don't connect sometimes when people are very perfect. I don't connect with perfection. I like little bit flaws, little spontaneity, adala. I like that. But that is up to me. Then I have to convince my director. Then I have to convince my director. ഇത്രയും പെർഫെക്റ്റ് ആവണ്ട. No, my way. Look at my way. I know you've come with your way. Now look at my way. I want to then it is the director's medium. The movie is a director's medium. If he agrees with me, great. If he doesn't agree with me, I will go along. But that is a change. The technical aspect, the change that has come into the industry today is a big change. It's a wonderful thought like this. Apro, one more thing, you know, back in the day, which is what this film, Chinna Chinna Aase, we all sat in Varanasi on the steps, sweating with an umbrella sometimes, whatever, everything. No makeup van to run. You know? So that again, that also comes from perfection. Everybody is maintaining themselves perfectly. Here there was nothing. You're sitting down, your legs are dirty. There is no heroine. We are all creating something. We are not creating hero and heroine. We were creating something. Nowadays there's a fuss when the caravan numbers are less in a set. Now when you're saying that there is no caravan here, it feels... No, that certain times it's a necessity for sure. Yeah, that is the benefit. Yeah. No, I was saying the number of caravans less. Less ആണെന്ന്. അപ്പോൾ വരുമ്പോഴുള്ള പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞത്. I'm not saying that caravans are not required or something. Caravans വേണം ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്പർ കുറയുമ്പോൾ ഉണ്ടാവുന്ന ഫസ്സിനെ കുറിച്ച് അത് നമ്മളിപ്പം ഇല്ല. But can I just one minute say? It's caravan is a necessity. Of course. And for female actors, even more necessary. I'm very happy to sit in my caravan. I don't want to please all my... Tomorrow they say you don't want caravan. No, I want the caravan. അതാണ് പെട്ടെന്ന് ഞാൻ പറഞ്ഞത്. വേണ്ടാന്നല്ല ഉദ്ദേശിച്ചത്. But in between shots, when actors are sitting together, no, you get to know each other. So the one bond is made. Back before, in lunchtime you go to caravan, after pack up you go to caravan, dress change you go to caravan, but otherwise sit with the camera person, sit with the director, sit with your co-actors. That offline chemistry shows on screen sometimes. Most of the times it shows. You know, when you're friendly with your co-actor, when you're that there is rapport on screen. That right? rapport on screen. If you go away, you give a dialogue and go into the caravan, then that is different. Yeah, before interview also just a 2-minute talk with the artist can make an interview good. I mean, rather than അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട് ഒന്ന് സംസാരിക്കാവോ എന്നുള്ളത്. Just for energy, feel the energy. എന്നിട്ട് ജസ്റ്റ് കമ്മിങ് ടു യുവർ വർക്ക്സ്, ഇപ്പം പല പടങ്ങളിലും ഇപ്പൊ ലാസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ചേട്ടൻ ചെയ്യുന്ന പടങ്ങളുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ പ്രശ്നം എന്ന് വെച്ചാൽ
ഇത് പടത്തെക്കാൾ മേലെ ഇതിന്റെ വർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതായത് സ്ക്രീനിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ സാധനം നമുക്ക് പ്രേക്ഷകന് കിട്ടുന്നത് ഹിറ്റ് ചെയ്യാന്ന് പറയത്തില്ലേ, ഹൃദയത്തിനകത്ത് അടിക്കുക എന്ന് പറയുന്ന ഒരു സാധനം. അതിപ്പം ഞാൻ ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല, ഞാൻ മെയ് അഴകനോ 96 ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല, പക്ഷെ ആ ബോഡി ഓഫ് വർക്ക് ഞാൻ കയ്യിലുണ്ട്. ഞാൻ പറയുന്നത് വെൻ യു സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് എ റീൽ, അത് നോക്കുമ്പോഴേക്കും ഇതെങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ്, ലൈക്ക് ഫ്രം ഇത് കീബോർഡിൽ ഒരു കീ കുത്തുന്നത് തൊട്ടായാലും ഇതിന്റെ പ്രോസസ്സ് എങ്ങനെയാണ്, ലൈക്ക് യു അത് നമുക്കൊരു സോള് കിട്ടണമല്ലോ ഇത് തിരിച്ച് അങ്ങോട്ട് കൊടുക്കാൻ. പ്രേക്ഷകന് ഇതിന്റെ ഔട്ട് മാത്രമാണല്ലോ കാണുന്നത്. ഈ സോൾ എങ്ങനെ പിക്ക് ചെയ്തു? അതെങ്ങനെയാന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനറിയില്ല. ഞാനിപ്പോ ഈ പടത്തിനെ വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് കഥ അറിയാമായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ കാര്യം മാത്രമേ സിനിമ കാണുമ്പോൾ എല്ലാ സിനിമയ്ക്കും ഒരു ലാംഗ്വേജ് ഉണ്ടാവും. ഞാൻ ഉദ്ദേശിക്കുന്നത് സംസാര ഭാഷയല്ല, സിനിമാറ്റിക് ലാംഗ്വേജ് ഉണ്ടാവും എല്ലാ സിനിമയ്ക്കും. ഒരു അപ്പോൾ അതിന്റെ പോസുകളും അതിന്റെ ഡയലോഗ് ഡെലിവറിയുടെ ഇടയിലുള്ള ഗ്യാപ്പുകളും. ഞാൻ ആദ്യം സൈലൻസിൽ പടം കാണുമ്പോൾ എവിടെ മ്യൂസിക് കൊടുക്കരുത് എന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ എനിക്ക് അതിന് കുറച്ചുകൂടി എളുപ്പമാണ് എനിക്ക് വർക്ക് ചെയ്യാൻ. അപ്പോൾ ഏതൊക്കെ ഇതിനകത്ത് മ്യൂസിക് കൊടുക്കാമെന്ന് തീരുമാനിക്കാൻ, കൊടുക്കരുത് എന്നുള്ളത് ആദ്യം നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ആടട്ടെ, ഈ സൈലൻസിന്റെ കാര്യം പറയുമ്പോൾ ഈ കാതലെ കാതലെ പാട്ട് 96 അതിന്റെ ഏറ്റവും ഹിറ്റ് അതിന്റെ സൈലൻസ് ആണ്. ഞാൻ ചുമ്മാ ലൈക്ക് പിന്നെ ഇപ്പൊ ആലോചിക്കുമ്പോ ആ സൈലൻസിൽ നിന്ന് പിന്നെ സാധനം വരുമ്പോഴാണ് നമുക്ക് ആ ഒരു എല്ലാവർക്കും വർക്കാവില്ല സാധനം ഇവിടെ സൈലൻസ് സിനിമയ്ക്കകത്ത്. ഒരു അത് ഒന്നാമത് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സ്ഥലത്ത് സൈലൻസ് ബിക്കംസ് അൺകംഫർട്ടബിൾ. ഇപ്പോൾ അതൊരു മോശം കാര്യമായിട്ടൊന്നല്ല, അതൊരു ചേഞ്ചാണ്, അതൊരു റിയാലിറ്റി ഓഫ് ചേഞ്ചാണ്. നമുക്ക് സിനിമ തിയേറ്ററിൽ അധികം നേരം സൈലൻസ് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി, പണ്ടത്തെക്കാളും. മേ ബി നമ്മുടെ ജീവിതം ഫാസ്റ്റ് ആയതുകൊണ്ടോ നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ഹറി പരിപാടി ഉള്ളതുകൊണ്ടായിരിക്കും മൊത്തത്തിൽ ഒരു സൈലൻസിനോട് കുറച്ചൊരു അരോചകം ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് കൂടുതൽ മലയാളം ഇൻഡസ്ട്രിയിൽ തോന്നിയിട്ടുണ്ട്. അപ്പം ഈ പടത്തിനകത്തൊക്കെ എനിക്ക് ഞാൻ ഈ സോൾ എന്ന് പറയുന്ന പരിപാടി ഞാൻ ഈ സൈലൻസ് കണ്ടുപിടിച്ചാൽ തന്നെ ബാക്കിയുള്ളത് എനിക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. പിന്നെ ഞാൻ അൾട്ടിമേറ്റ്ലി ഇതെന്റെ ജോലിയായിട്ടും കൂടിയാണ് ഞാനിത് കാണുന്നത്. അപ്പൊ ഒരു ജോലിയിൽ ഒരാള് എന്താ പറയാ, എന്റെ ജോലി കറക്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടേ മതിയാവും. എനിക്കൊരു സിനിമയും ഇഷ്ടപ്പെടാതെ ഞാൻ കുറെ പൂർവ്വ സിനിമകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാനത് എൻജോയ് ചെയ്താ ചെയ്തിരിക്കുന്നത്. എനിക്ക് അതിനകത്ത് യാതൊരു റിഗ്രറ്റുമില്ല. ഞാൻ ചെയ്ത ഒരു സിനിമയിലും എനിക്ക് റിഗ്രറ്റില്ല, ഞാൻ ചെയ്ത ഒരു ഫോട്ടോപാട്ടിലും എനിക്ക് റിഗ്രറ്റില്ല. ഞാൻ എൻ്റെ ജോലി, ഞാൻ പഠിച്ച പൈസക്ക്, ഞാൻ അറിഞ്ഞുകൊണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്ത പരിപാടിയാണ്. അത് ആൾക്കാർ എങ്ങനെ എടുക്കണമെന്നുള്ളത് തന്നെ വലിയ കാര്യമായിട്ട് ബാധിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ശരിയെന്ന് തോന്നുന്നതാണ് ഞാൻ സിനിമകളിൽ ചെയ്യുന്നത്. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു കാര്യം ഇത് പറഞ്ഞതുകൊണ്ട് ചോദിക്കുക, ഒരു സിനിമയായിട്ട് വരുന്ന ഡയറക്ടറിനോട് പറയാറുണ്ടോ ഇതെനിക്ക് വർക്ക് ആയില്ല പക്ഷെ ഞാൻ ചെയ്തു തരാം? ഇല്ല, അങ്ങനെ പറയാറില്ല. ഞാന് അത് സിനിമ കണ്ടതിന് ശേഷം ഉള്ള എന്റെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഇത് അങ്ങനെ ഇതായിട്ടില്ല, എനിക്ക് സിനിമ കഥ ലെവലിലെ വർക്കായില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യില്ല. ഒരിക്കലും എന്ന് പറയാൻ പറ്റില്ല, 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഒബ്വിയസ്ലി പൈസക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ നുണ പറയും. നേരത്തെ പറഞ്ഞ സർവൈവൽ ഇൻസ്റ്റിങ്ങിന്റെ ഭാഗമായിട്ടുള്ള പടം നന്നായിട്ട് പറയും, പൈസ മേടിക്കും. പക്ഷെ ഞാൻ ആ പടം 100% ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്തെ പാട്ടുകൾ ഭയങ്കര ഹിറ്റൊക്കെ ആയിരുന്നു. സോ എനിക്ക് അത് അങ്ങനെ ചെയ്താലേ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ആ പടം എത്ര മോശമാണെങ്കിൽ പോലും ഐ ഫൈൻഡ് ലോട്ട് ഓഫ് ഗുഡ് ഇൻ ഇറ്റ്. എന്നാലേ എനിക്ക് അതിനകത്ത് നല്ല മ്യൂസിക് കൊടുക്കാൻ, എനിക്ക് നല്ലതെന്ന് തോന്നുന്ന മ്യൂസിക് കൊടുക്കാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് അതാണ് എൻ്റെ പ്രോസസ്സ്. അത് പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്യുന്നത്, എനിക്കിങ്ങനെ വേറെ ആരെയും കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. ടീം ഞാൻ തന്നെ, ഞാൻ പിന്നെ അപ്പോഴും ഞാൻ തന്നെ എൻ്റെ ടീം. Ma'am, just from the last question, final question, like just to Govind said, right, he is not worried about the results. Yeah. Are you worried about the results? No. Even before बिल्कुल ही नहीं. ना, I don't worry about the results. That's not my job. Yeah, but I used to worry about comments, review. Okay. Madhu, good or bad, that used to worry me. Ipo adukado, it doesn't worry me. It's okay, I don't see it only.
because upon the very important critics used to write in one or two big Times of India like that. Today everybody has the power to send their opinion onto your hand. You open it and you see what they are thinking. I don't want to listen to them. No. So I don't worry. Okay. എനിക്ക് വറിയില്ല എന്ന് ഉദ്ദേശിച്ചത് പ്രൊജക്റ്റിനെ കുറിച്ച് എനിക്ക് എപ്പോഴും വറി ഉണ്ടാവാറുണ്ട്. ഞാൻ ചെയ്യുന്ന ഭാഗമാകുന്ന പടത്തിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത് എന്നെ ആക്ച്വലി മാറ്റർ ചെയ്യുന്നതാണ്. ഒരു ടീം സിനിമ, ഞാൻ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിലും വളരെ ആക്റ്റീവായിട്ടുള്ള ആളായതുകൊണ്ട് എനിക്ക് എന്റെ മ്യൂസിക് പരിപാടിയുള്ള എന്റെ എല്ലാ ഇതുകളും തീർക്കുന്നത് ഞാൻ അവിടെയാണ്. അവിടെയാണ് എന്റെ ഫുൾ പൊട്ടൻഷ്യൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. സിനിമ എന്റെ വർക്ക് പ്ലേസ് ആണ്. പക്ഷെ അതിനകത്ത് ഒരു കമ്പറാഡറി, ഒരു ടീമായിട്ട് വരുമ്പോൾ ഒരു ഫണ്ടുണ്ട്. ആ ഫണ്ടിന് വേണ്ടിയിട്ടാണ് കൂടിയാണ് ഈ പരിപാടി ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ വിജയം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി മാറ്റർ ചെയ്യുന്ന സംഭവമാണ്. സോ അതിൽ എന്റെ ഇൻപുട്ട് എന്താണെന്ന് വെച്ചാൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്റെ പാട്ടുകൾ കൊണ്ട് അല്ലെങ്കിൽ സ്കോർ കൊണ്ട് ആ പടത്തിന് എന്ത് ചെയ്യാൻ പറ്റിയ ആളുകൾ എങ്ങനെ അതിനെ കണ്ടു എന്നുള്ളതൊക്കെ ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ അനലൈസ് ചെയ്യുന്ന ആളാണ്. പക്ഷെ അത് ബിക്കോസ് അതെന്റെ അടുത്ത ജോലിനെ അത് ബാധിക്കുന്നതാണ്. അതിന്റെ ജോലിക്ക് ആവശ്യമുള്ള സാധനം ഞാൻ എടുക്കുകയും അത് പ്രോസസ്സ് ചെയ്യുകയും ചെയ്യാറുണ്ട്. ഞാൻ എന്റെ മാറ്റങ്ങൾക്ക് ഞാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ അത് നെസസിറ്റി ഫോർ ദ വർക്ക് സീൻ എന്നറിയാവുന്നതുകൊണ്ട് മാത്രമാണ്. അത് ഞാൻ അഗ്രി ചെയ്യുന്നൊന്നുമില്ല. പലതും ഞാൻ ചെയ്യുന്ന പല സാധനങ്ങളും പല വ്യത്യാസങ്ങളും ഇപ്പൊ ഞാൻ ചെയ്ത കഴിഞ്ഞ പടത്തിൽ നിന്ന് ഞാൻ എന്റെ ഫെയിലിയറിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് തിയേറ്ററിൽ അത് വർക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ പാട്ട് ഇങ്ങനെ വർക്കായില്ല. പക്ഷെ ആ പാട്ടിന്റെ പ്രശ്നമായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല. ചില പാട്ടുകൾ ചിലത് പ്രശ്നമായിട്ട് തന്നെ കാണുന്നു, ചിലത് ഓക്കെ ഇത് ഇങ്ങനെ മാറ്റിയാലേ തിയേറ്ററിൽ ചിലപ്പോൾ പടം വർക്കാവുള്ളൂ. അത് ആ വർക്ക് പ്ലേസിൽ മാത്രം വരുന്ന ഒരു റൂളിനെ ഞാൻ ബ്രേക്ക് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷെ എന്നെ അത് പേഴ്സണലി എന്നെ അത് അലട്ടാറുണ്ടോ എന്ന് എന്നെ അത് ഒട്ടും ബാധിക്കാറ്. ജോലിക്ക് ആവശ്യമായതുകൊണ്ട് ഞാനത് നോട്ട് ചെയ്ത് വയ്ക്കാറുണ്ട്. അടുത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും ആ ഇൻപുട്ടുകൾ. എനിക്ക് എന്റെ ജോലിക്ക് ഫ്യൂവലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അല്ലാതെ എന്നെ ഇമോഷണലി ഒട്ടും ബാധിക്കാം. എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊരു സിനിമ ചെയ്ത് കഴിയുമ്പോൾ യു ഓൾവേസ് വാണ്ട് ദി എൻറ്റയർ ഫിലിം ടു വർക്ക്. ഇപ്പം ചില സിനിമ അത്ര പോരായിരുന്നു, ഷബർന നല്ലായിരുന്നു എന്ന് പറയുമ്പം എനിക്കൊരു ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ അതിൽ കിട്ടാറില്ല. ഇപ്പൊ ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി, നേരത്തെ മാമിനോട് ചോദിച്ച പോലെ ഐ പുട്ട് മൈ 100% ഇൻ എവറി ഫിലിം. ദാറ്റ് ഈസ് ഓൾവേസ് ദെയർ. ബട്ട് നമ്മൾ ഉറപ്പായിട്ട് ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുമ്പം നമുക്കൊരു വിശ്വാസം ഉണ്ടാവുമല്ലോ, ഓക്കെ ദിസ് ഹാസ് ടു വർക്ക്. അല്ലെങ്കിൽ എനിക്കെപ്പോഴും ഇഷ്ടമാണ് ആ സിനിമ അടക്കമല്ല ഇഷ്ടമായി എന്ന് പറയുന്നതാണ് എപ്പോഴും എന്നെ ഏറ്റവും ഹാപ്പി ആക്കണ ഒരു കാര്യം. അതിൽ എന്നെ പറയുമ്പോൾ എനിക്ക് ഓക്കെ ബോണസ് ആണ്, അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഐ ഓൾവേസ് വാണ്ടഡ് എനിക്ക് ഇഷ്ടമാണ്, ഒരു സുഖമാണ് നമുക്ക്. ഇൻഡിവിജ്വൽ പെർഫോമൻസ് എനിക്ക് ഒട്ടും കിട്ടാറില്ല. ബിക്കോസ് ഞാൻ ഒട്ടും ഉള്ളിലോട്ട് എടുക്കാറില്ല. ഞാൻ പറയുന്നത് ഇമോഷണലി എന്നെ ഒട്ടും ബാധിക്കാറില്ല. പക്ഷെ പടം വർക്കായില്ല എന്ന് പറയുമ്പോ അതൊരു മൊത്തം ടീമിന്റെ സാധനമാണല്ലോ. എവിടെയോ ഒന്ന് കൊള്ളും, എന്താന്നറിയില്ല, ഒരു സങ്കടം തോന്നും. ഈ പടം വർക്ക് ആവട്ടെ. ബിക്കോസ് ദ ട്രെയിലേഴ്സ്, ദ സോങ്സ്, യുവർ ഡാൻസ് എല്ലാം ഐ മീൻ ഭയങ്കര ഫീൽ ഗുഡ് അടിക്കുന്നുണ്ട്. ചില പടങ്ങളുടെ പ്രൊമോഷനിൽ നമ്മൾ ഇതുപോലെ പറയാറുണ്ട് ഇത് വർക്ക് ആവട്ടെ, വിജയിക്കട്ടെ, സന്തോഷം. ബട്ട് ഐ ജെനുവിൻലി വിഷ് ദിസ് happens. Thank you so much. Thank you. Thank you so much. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.